യെസ്, ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 2024 പകുതിയോടെ ജൂണായി. സോ അതുകൊണ്ട് തന്നെ ഇതുവരെ WWE ഏറ്റവും കൂടുതൽ മാച്ച് തോറ്റ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതുവരെയുള്ള ലാസ്റ്റ് ലിസ്റ്റാണ്. എന്തായാലും ഇതിൽ 3-ാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഫിൻ ബാലോറാണ്. 29 മാച്ചുകളാണ് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നത്. 2-ാം സ്ഥാനത്ത് നമ്മുടെ JD മക്ഡോണയാണ് 34 മാച്ച്, അതായത് 2 ജഡ്ജ്മെൻറ്റ് മെമ്പേഴ്സാണ് ഈ ഒരു ലിസ്റ്റിൽ നിൽക്കുന്നത്. 1-ാം സ്ഥാനത്തേക്ക് നമ്മുടെ ഷിൻസുക്കെ നഗമുറയാണ്. ഏതാണ്ട് 39 മാച്ചുകളാണ് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു അദ്ദേഹം കൂലായിട്ട് WWE മെയിൻ ബ്രാൻഡിൽ എത്ര മാച്ചൊന്നും ചെയ്തിട്ടില്ല 2024. എനിക്ക് തോന്നുന്നു കൂലും ലൈവ് ഇവൻസിലാണ് പരാജയപ്പെട്ടതെന്ന്. നക്കമുറയ്ക്ക് ഏതെങ്കിലും രീതിയിൽ WWE പുഷ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം വൻ രീതിയിൽ പാളിപ്പോവുകയാണ്. ഇതിപ്പോൾ ആരുടെ പ്രശ്നമാണെന്ന് ഒന്നും തന്നെ പിടികിട്ടുന്നില്ല. WWE പ്രശ്നമാണോ അതോ നക്കമുറയുടെ പ്രശ്നമാണോ? എനിക്ക് തോന്നുന്നു നക്കമുറ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് അവിടേക്കാണ് പോകുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അദ്ദേഹം NXT വർക്ക് ചെയ്തിരുന്നപ്പോഴായിരുന്നു. അത് വേറെ ലെവലൊരു നക്കമുറയായിരുന്നു. അദ്ദേഹം ചാമ്പ്യനായതും അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും അദ്ദേഹത്തിൻ്റെ എൻട്രൻസും അതൊക്കെ വേറെ ലെവലാണ്. അന്ന് NXT കണ്ടവർക്ക് അത് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴത്തെ നക്കമുറ എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പാണ്. എത്ര പുഷ് കൊടുക്കാൻ നോക്കിയാലും വീണ്ടും ആ ഒരു ഫ്ലോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു മിഡ് കാർഡിലേക്ക് പോവുകയാണ് അദ്ദേഹം. സോ ഇനിയും അതിന് പുഷ് കൊടുത്തിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സമ്മർ സ്ലാമിൽ ഒരു വമ്പൻ മാച്ചിൻ്റെ സാധ്യത ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആ ഒരു മാച്ച് എന്ന് പറയുന്നത് ജെ യൂസോ സോളോ സിക്കാവോ മാച്ചാണ്. എന്തായാലും ഈ ഒരു മാച്ച് എങ്ങനെ വരുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ബ്ലഡ് ലൈനും ജെ യൂസയുമായിട്ട് അത്ര വലിയ കണക്ഷൻ ഒന്നും കാണിക്കുന്നില്ല. ബട്ട് ഇപ്പോൾ ചിലയിടത്തെന്നൊക്കെ പറയുന്നത് സമ്മർ സ്ലാം ഈ ഒരു മാച്ച് വരുമെന്നാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ചിൽ വലിയ സംഭവങ്ങൾ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അതായത് റോമൻ റീഡ്സ് വീണ്ടും ആ ഒരു മാച്ച് വന്നിട്ട് അത് സമ്മർ സ്ലാമിൽ വന്നിട്ട് ഇവരെ ഒന്നിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു നൽകുന്നു. അതായത് ജെ യൂസെ ജിമ്യൂസയൊക്കെ ഒന്നിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു നൽകുന്നു. എന്തായാലും ആദ്യം ഈ ഒരു മാച്ചാണ് നടക്കുമോ നമുക്ക് കണ്ടു തന്നെ അറിയാം. അതായത് ജെ യൂസയും സോളോസിക്കോ മാച്ച്. എന്തായാലും ഇതൊക്കെ റൂമേഴ്സാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡ്രൂ മക്കിൻ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ ഒരു ഫ്യൂഡിന് വേണ്ടി ഉപയോഗിക്കണം അതെല്ലാം നല്ല നീറ്റായിട്ട് നമ്മുടെ ഡ്രൂ മക്കിൻ്റർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അതായത് ഡ്രൂ മക്കിൻ്റർ നമ്മുടെ WWE ഹെഡ് ഓഫീസ് വിസിറ്റ് ചെയ്തു. ആ ഒരു സമയത്ത് CMങ്ങിൻ്റെ ഒരു പിക്ചർ കണ്ടു. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ, അതായത് 2 ഫോട്ടോ എടുത്തു. അത് നിങ്ങൾക്ക് രണ്ടും കാണാൻ സാധിക്കുമായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം കോഡ് റോഡ്സിൻ്റെ അടുത്ത് നിന്നും ഇങ്ങനെ ഒരു പിക്ക് എടുത്തു. അതായത് നെക്സ്റ്റ് കോഡ് റോഡ്സ് ആണെന്ന് കാണിക്കുന്നതായിരിക്കും. ആ ഒരു ടൈറ്റിലിന് വേണ്ടി ഞാൻ വരുന്നുണ്ട് എന്ന് ഡ്രൂ മക്കിൻ്റർ അതുവഴി ഒരു ആക്ഷൻ നൽകിയതായിരിക്കും. എന്തായാലും ഡ്രൂ മക്കിൻ്റർ വേറെ ലെവലാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന രീതിയും WWE വർക്ക് ചെയ്യുന്ന രീതിയും അതിൻ്റെ അറ്റ് ദ ബെസ്റ്റ് മാക്സിമം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഇന്ത്യ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഉറപ്പായിട്ടും WWE കൂടെ തന്നെ ഇന്ത്യയിലേക്ക് വരുമെന്ന്. സോ അത് ഇന്ത്യയിലേക്ക് വന്നു. നമ്മളെല്ലാം കണ്ടാണ് വരത്തില്ല എന്ന് വിചാരിച്ചാണ് ഇന്ത്യയിലേക്ക് വന്നു. ഒരു ഷോ താൻ കൊണ്ടുവന്നിരിക്കുമെന്ന് ഡ്രൂ മക്കിൻ്റർ ഒരു വാഗ്ദാനം തന്നെ നൽകിയിരുന്നു. സോ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഹാൻഡ്സ് ഓഫ് ടു WWE എന്ന് ഹാൻഡ്സ് ഓഫ് ടു ഡ്രൂ മക്കിൻ്റർ. അതായത് അദ്ദേഹം ഈ ഒരു രീതിയിൽ പെർഫോമൻസ് അതായത് 100% കൊടുത്ത് ഇത്ര അധികം ഹാർഡ് വർക്ക് ചെയ്തു. അദ്ദേഹം ഓഫ് ആണെങ്കിൽ പോലും ഇഞ്ചറി പറ്റി പുറത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഇത്ര അധികം സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിൽ ഒരു ഫ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന രീതി എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. സോ അതാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓസ്റ്റിൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അത് ഓസ്റ്റിൻ തിയറിയെക്കുറിച്ച് റാൻഡി ഓട്ടം പറഞ്ഞൊരു കാര്യമാണ്. അതായത് റാൻഡി ഓട്ടം പറയുകയാണ് ഓസ്റ്റിൻ തിയറി ഫ്യൂച്ചർ വേൾഡ് ചാമ്പ്യൻ ആണെന്ന്. എന്തായാലും വിൻസ് മിക്മാൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. പക്ഷേ ഇപ്പോൾ ട്രിപ്പിൾ എച്ച് അദ്ദേഹത്തെ പുഷ് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് എനിക്ക് അത്ര ടോപ്പായിട്ട് തോന്നില്ല. അദ്ദേഹത്തെ ഒരു ടോപ്പ് കാർഡ് ഇട്ടുണ്ട്. സൂപ്പർ സ്റ്റാറാണ് ഓസ്റ്റിൻ തിയറി. അദ്ദേഹത്തിൻ്റെ എല്ലാം ഉണ്ട്. അത് വിൻസ് മിക്മാൻ മനസ്സിലായി. അതായത് ഈ ഒരു WWEക്കല്ല അദ്ദേഹം ഭയങ്കര വലിയ റെസ്ലറാണെന്നും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് WWEക്കുള്ള എല്ലാ സംഭവവും നമ്മുടെ ഓസ്റ്റിൻ തിയറിയുടെ കയ്യിലുണ്ട്. അത് റാൻഡി ഓട്ടം മനസ്സിലാക്കി, വിൻസ് മിക്മാൻ മനസ്സിലാക്കി. ഇപ്പോഴത് പ്രോപ്പർ അത് ട്രിപ്പിൾ എച്ചിനും അറിയാം. അദ്ദേഹത്തിന് കഴിവുണ്ട്, ടാലൻ്റ് ഉണ്ട്, അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ട്രിപ്പിൾ എച്ചിനും അറിയാം. പക്ഷേ അദ്ദേഹം പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പുഷ് കൊടുത്തുകൊണ്ടിരിക്കും നമ്മുടെ ജെ യൂസ്. എന്തിനാണ് ജെ യൂസ് ഇങ്ങനെ പുഷ് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. ജെ യൂസ് ഒരു ടാഗ് ടീം, ജെ യൂസ് ജിമ്മി യൂസ് അതാണ് നല്ലത്. പിന്നെ ഈ ജെ യൂസ് ഈ ഒരു ടോപ്പ് കാർഡിലേക്ക് കൊണ്ടിട്ട് എന്ത് പരിപാടി കാണിക്കാനാണെന്ന് എനിക്കറിയില്ല. കാരണം ജെ യൂസോ ജിമ്മി യൂസോ ആ ഒരു സംഭവം ടാഗ് ടീം ഒക്കെ അവിടെ ഉണ്ട്. ഇവിടെ പുഷ് കൊടുക്കേണ്ടത് അല്ലാത്തവർക്കാണ്. പിന്നെ ബ്ലഡ് ലൈൻ്റെ ഒരു സംഭവം അവിടെ ഉണ്ട്. സോ ഇവിടെ പുഷ് കൊടുക്കേണ്ട ഓസ്റ്റിൻ തിയറി അതുപോലെ തന്നെ JD ബ്രോൺ ബ്രേക്കർ തുടങ്ങിയ സൂപ്പർ സ്റ്റാർസിനാണ്. ഫിൻ ബാലർ തുടങ്ങിയ സൂപ്പർ സ്റ്റാർസിനൊക്കെയാണ്. സോ അവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിനോട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ട്രിപ്പിൾ എച്ച് ചെയ്യുന്നതിന്. അറ്റ്ലീസ്റ്റ് ഓസ്റ്റിൻ തിയറി എങ്കിലും നല്ലൊരു പുഷ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിന് വളരെയധികം ടാലൻറ്റഡ് നല്ലൊരു സൂപ്പർ സ്റ്റാർ റാൻഡി ഓട്ടം തന്നെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോൺ ബ്രേക്കറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അതായത് WWE ഇന്ത്യൻ ടീംസും ട്രിപ്പിൾ എച്ചും എല്ലാം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ബ്രോൺ ബ്രേക്കറിൻ്റെ പെർഫോമൻസിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഭയങ്കര ഇമ്പ്രസീവ് ആണെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് പെട്ടെന്ന് തന്നെ വളരെ വലിയൊരു പുഷ് നമ്മുടെ ബ്രോൺ ബ്രേക്കറിന് കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം വേറെ ലെവൽ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മൂവ്സ് എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സ്പീറൊക്കെ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ സാധനം കൊണ്ട് വെട്ടിയിടുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു സ്പീറൊക്കെ കാണുമ്പോൾ. സോ
ഭയങ്കര ഫാസ്റ്റാണ്. അത് നമുക്ക് വേണ്ടത്. ഗോൾഡ് ബർഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഏജിലും ഗോൾഡ് ബർഗ് ഭയങ്കര ഫാസ്റ്റായിട്ട് പല കാര്യങ്ങളും. സോ അതിൻ്റെ ഒരു ഡബിൾ ഫാസ്റ്റ് എന്നൊക്കെ പറയാം. മാച്ച് ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും നല്ല രസമാണ്. ബ്രോൺ ബ്രേക്കറിൻ്റെ മാച്ച് സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. സോ ബ്രോൺ ബ്രേക്കർ അതുപോലുള്ള സൂപ്പർ സ്റ്റാറിനെയാണ് നമുക്ക് വേണ്ടത്. എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു പുഷ് കൊടുക്കുന്നത് വിചാരിക്കാം. ഞാൻ ഓസ്റ്റിൻഡിയുടെ കാര്യം പറഞ്ഞു. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർടേക്കറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. ഇതൊരു അപ്ഡേറ്റ് ഒന്നുമില്ല, ചെറിയൊരു കാര്യമാണ്. അണ്ടർടേക്കറിനെ ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കാണാൻ സാധിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ തോന്നുന്നു കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴും ഫിറ്റാണ് ഒരു മാച്ച് കൂടി ചെയ്യാൻ. എന്തായാലും അദ്ദേഹം ഒരു മാച്ച് കൂടി ചെയ്യാൻ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺ മോക്സ്ലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അത് നമ്മുടെ ഡീൻ അംബ്രോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ഇത് ജോൺ മോക്സ്ലി നമ്മുടെ ടോണി ഖാനോട് ഇടയ്ക്ക് പറയും ഇത് ഈ ഒരു താരത്തെ സൈൻ ചെയ്യണം, ഈ ഒരു താരത്തെ സൈൻ ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിനോട് തന്നെ പറയാറുണ്ട്. അതായത് ക്രിസ്ത്യൻ ഗേജ് ഒരു ഫ്രീ ഏജൻ്റ് ആയപ്പോൾ ഡീൻ അംബ്രോസ് അല്ലെങ്കിൽ ജോൺ മോക്സ്ലിയാണ് ടോണി ഖാനോട് പറയുന്നത് ക്രിസ്ത്യൻ ഗേജിനെ സൈൻ ചെയ്യാൻ, അദ്ദേഹം നല്ല താരമാണ്, സൈൻ ചെയ്യണം എന്നൊക്കെ പറയാം. അതുപോലെ പല താരങ്ങളും ഫ്രീ ഏജൻ്റ് ആകുമ്പോൾ നമ്മുടെ ജോൺ മോക്സ്ലി ചെന്ന് പറയാറുണ്ട് ഇവരെ സൈൻ ചെയ്യണം, അവരെ സൈൻ. എനിക്ക് തോന്നുന്നൊരു ഇന്റേണൽ കൺട്രോൾ ജോൺ മോക്സ്ലിക്കും AEW ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ഒരു റൈറ്റ് ടോണി ഖാൻ അതിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അതുകൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിലൂടെ എന്ന് പറയുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക.